അങ്ങനെയൊന്നുമില്ല, നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ ഒരു വാടക വീടൊക്കെ എടുത്ത് പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതറിഞ്ഞ മനു ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാജീവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, അങ്കിളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പം ചെയ്യണം, പിന്നെ കൈവിട്ട് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മളെ മനു ആണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ അലീനാണെങ്കിലും ബാലേന്ദ്രനാണെങ്കിലും നമുക്ക് രഹസ്യമായി മാമച്ചൻ്റെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ വന്നിട്ടാണെങ്കിൽ കാര്യം പറയാനും പറ്റും, നമ്മളെ DYSP കൊണ്ടൊക്കെ സംസാരിപ്പിക്കാൻ വേണ്ടിയൊക്കെ വന്നത്. ആ സമയത്ത് നമ്മളെ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ആരൊക്കെ സംസാരിച്ചാലും ശരി തന്നെ, പക്ഷേ ആ കുട്ടിയാണെങ്കിലും മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവർക്കാണെങ്കിലും 4 പേരെയും പ്രതിയാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നതെന്നൊക്കെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ മാമച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് DYSP എന്നൊക്കെ പോയി കണ്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ DYSP കാണാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ശരണ്യയെ കാണിക്കുന്നുണ്ട്. ശരണ്യയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം രോഹിത് ആണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ വെറുതെ രോഹിത്തിനെ ശിക്ഷിക്കേണ്ടല്ലോ. അപ്പം അതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മൾ ശരണ്യയും എങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്.